ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹു തആല യഖൂലു, തീർച്ചയായും അല്ലാഹു തആല പറയുന്നു, യബ്ന ആദം, ഓ മനുഷ്യ, തഫറഗ ലി ഇബാദത്തി, എൻ്റെ ഇബാദത്തിനൊക്കെ വേണ്ടി, എനിക്ക് ആരാധന നടത്താൻ വേണ്ടി നീ സമയം ചെലവഴിക്കണം, സമയം കണ്ടെത്തണം. എന്നാൽ അംലഉ സദറക ഗിന, നിൻ്റെ നെഞ്ചിനെ, നിൻ്റെ ഹൃദയത്തെ ഐശ്വര്യം കൊണ്ട് ഞാൻ നിറക്കും. വസുദ്ദ ഫഖറക, നിനക്കുള്ള ഫഖറിനെ ഞാൻ തടഞ്ഞു വെക്കുകയും ചെയ്യും. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നീ നിൻ്റെ ജോലികളൊക്കെ ഒഴിവാക്കണം, എന്നിട്ട് ഇബാദത്ത് മാത്രം ചെയ്യണമെന്നല്ല. നീ ജോലി ചെയ്യണം, പക്ഷേ നിൻ്റെ ഇബാദത്തിനെ നീ മുഖ്യമായി എടുക്കണം. നീ ജോലി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഏർപ്പെട്ടാൽ ഇബാദത്തിന് ഒഴിവാക്കുന്ന ഒരവസ്ഥ നിനക്കുണ്ടാവാൻ പാടില്ല. ഏത് ജോലി തിരക്കുകൾക്കിടയിലാണെങ്കിലും ഏതവസ്ഥയിലാണെങ്കിലും നിസ്കാരവും മറ്റു ഇബാദത്തുകളൊക്കെ കൃത്യമായി ചെയ്യാൻ വേണ്ടി തയ്യാറാവണം. എന്നാൽ അല്ലാഹു തആല നമുക്ക് ഐശ്വര്യം നൽകുകയും നമ്മുടെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുകയും ചെയ്യും. വഇല്ലാ തഫ്അൽ മലഅതു യദൈക ശുഗ്ലൻ ഫലം അസുദ്ദ ഫഖറക, അങ്ങനെ നീ ഇബാദത്തിന് വേണ്ടി നീ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ മലഅതു യദൈക ശുഗ്ലൻ, നിൻ്റെ കരങ്ങളെ ഞാൻ ബിസി കൊണ്ട് നിറക്കും. അതായത് എപ്പോഴും ബിസി ആയിരിക്കും, എപ്പോഴും ഷുഗലായിരിക്കും, ജോലി തിരക്കുകളും മറ്റുമായി ഞാൻ നിറക്കും. അല്ലാഹു തആല പറയാണ്, അവനൊക്കെ എപ്പോൾ നോക്കിയാലും ജോലിയായിരിക്കും, തിരക്കായിരിക്കും. പക്ഷേ വലം അസുദ്ദ ഫഖറക, അല്ലാഹു തആല പറയാണ്, നിൻ്റെ ദാരിദ്ര്യത്തെ ഞാൻ ഒരിക്കലും അടക്കുകയില്ല. അപ്പോൾ അവൻ്റെ ദാരിദ്ര്യം ഒരിക്കലും മാറുകയില്ല. എല്ലാ സമയത്തും തിരക്കും ബിസിയുമാണ്, എല്ലാ സമയത്തും ജോലി തിരക്കാണ്, പക്ഷെ അവൻ്റെ ദാരിദ്ര്യം മാറുന്നുണ്ടോ? അതും ഇല്ല. അങ്ങനെയായിരിക്കും അവൻ്റെ അവസ്ഥ. അപ്പോൾ ഇബാദത്തിനെ നാം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഏത് ജോലി തിരക്കുകൾക്കിടയിലാണെങ്കിലും നിസ്കാരവും മറ്റു ഇബാദത്തുകളൊക്കെ കൃത്യമായി ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ ദാരിദ്ര്യത്തെ ഇല്ലാതെയാക്കുകയും ഐശ്വര്യം നൽകുകയും ചെയ്യും. അല്ലാഹു തആല നാം യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.